ബിഗ് ബോസ് മലയാളം സീസൺ 4 മലയാളികൾക്ക് സുപരിചിതനായി മാറിയ ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഷോയിലെത്തി ആദ്യം മുതൽ ജനശ്രദ്ധ നേടിയ റോബിന് വൻ ആരാധക വൃന്ദത്തെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. ഏവരും സീസണിലെ വിജയിയാകുമെന്ന് വിധിയെഴുതിയെങ്കിലും സഹമത്സരാർത്ഥിയെ മർദ്ദിച്ചെന്ന ആരോപണത്താൽ പുറത്തു പോകേണ്ടി വന്നു. ഷോയ്ക്ക് ശേഷമാണ് റോബിൻ്റെ പ്രണയവും വിവാഹ നിശ്ചയവുമെല്ലാം നടക്കുന്നത്. റോബിനെ ഇൻ്റർവ്യൂ എടുക്കാൻ എത്തിയ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലാകുകയായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 4 റോബിൻ താരമാകുന്നത്. ബിഗ് ബോസിന് മുമ്പ് മലയാളികൾക്ക് അത്ര പരിചിതനായിരുന്നില്ല റോബിൻ. എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക വൃന്ദവും സമാനതകളില്ലാത്തതായിരുന്നു. ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും 4ാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു. ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാൽ ഇരുവരും കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും റോബിൻ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ആരതിയും റോബിനും വേർപിരിഞ്ഞുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തി പുതിയൊരു അഭിമുഖത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് താരം. മാത്രമല്ല, ആരതിയും റോബിനൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇവിടേക്ക് വരാൻ രാവിലെ 6 മണിക്ക് മുൻപ് റെഡിയായി തൻ്റെ അടുത്ത് വന്ന ആളാണ് ആരതിയെന്നും തനിക്ക് വേണ്ടി അത്രത്തോളം എഫേർട്ട് അവൾ എടുക്കുന്നുണ്ടെങ്കിലും റോബിൻ പറയുന്നു. ആരതി വന്നതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെപ്പറ്റിയാണ് ആദ്യം ചോദ്യം. ബിഗ് ബോസിന് മുൻപ് പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ആ സമയത്ത് അലറി സംസാരിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു. എന്നോട് ആരതി ആവശ്യപ്പെട്ടതും പതിയെ സംസാരിക്കാനാണ്. ചേട്ടാ, ആലോചിച്ചിട്ട് മാത്രം സംസാരിക്കൂ എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബിഗ് ബോസിന് ശേഷം നൽകിയ അഭിമുഖങ്ങളിൽ എല്ലാം ഞാൻ വിവാദങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി എന്നെപ്പറ്റി വിവാദങ്ങൾ ഒന്നുമില്ല. അതിന് കാരണം അഭിമുഖങ്ങളിൽ ഞാൻ കാര്യമായ കണ്ടൻ്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ്. ഇനി പൊതുസ്ഥലത്ത് പോയി അലറി വിളിക്കില്ലെന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നല്ലൊരു വ്യക്തിയായി മാറി നിൽക്കുകയാണ്. അതിനൊക്കെ കാരണം പൊടിയാണെന്നും റോബിൻ പറയുന്നു. ആരതിയെ മിസ്സിസ് റോബിൻ എന്ന് വിശേഷിപ്പിച്ചതിനെതിരെയും താരം സംസാരിച്ചു. അവളെ ആരതി പൊടി എന്ന് പറഞ്ഞാൽ മതി, മിസ്സിസ് റോബിൻ അല്ല. ഞാൻ വരുന്നതിനു മുൻപേ സിനിമകളിൽ അഭിനയിക്കുകയും ബിസിനസ്സൊക്കെ ചെയ്ത് നിന്നിട്ടുള്ള ആളാണ്. അവളെ റോബിൻ്റെ പേര് പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടതില്ലെന്നും അവൾ മിസ് ആരതി പൊടിയാണെന്നും താരം കൂട്ടിച്ചേർത്തു. ഇരുവരും പിരിഞ്ഞുവെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ പ്രചരണം. റോബിനെ മറ്റ് ചില പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്നു. ആരതിയുടെ സുഹൃത്തിനോട് ഇഷ്ടമാണെന്നും പറഞ്ഞുവെന്നും ഇക്കാര്യം അറിഞ്ഞതോടെ ആരതി വിവാഹത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചുവെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രചരണം. എന്നാൽ വാർത്തകളോടൊന്നും ആരതിയും റോബിനും പ്രതികരിച്ചിരുന്നില്ല. ഇതിനിടെ ആരതി ആത്മഹത്യക്ക് ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. റോബിനും ആരതിക്കും ബ്രേക്കപ്പ് എന്ന വാർത്ത ആരാധകരെ ഞെട്ടിക്കുന്നതായിരുന്നു. മുൻപ് പല വിവാദങ്ങൾ ഉണ്ടായപ്പോഴും പരസ്പരം താങ്ങായി നിന്നവർ പിരിഞ്ഞുവെന്നത് അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. വിവാഹ നിശ്ചയത്തിന് പിന്നാലെ തങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ് റോബിനും ആരതി പൊടിയും അറിയിച്ചു. വിവാഹ തീയതി പുറത്തുവിട്ടാണ് താരങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 26 ആരതി പൊടി റോബിൻ രാധാകൃഷ്ണൻ വിവാഹം നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ വിവാഹ തീയതി നിങ്ങളോട് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. 26/6/2024 ബുധനാഴ്ചയാണ് ആ തീയതി. എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം. എല്ലാവരും ഒരുപാട് നന്ദി എന്നാണ് ഇരുവരും പറഞ്ഞിരുന്നത്.